ഹലോ ഗായ്സ്, കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരു വ്ളോഗ് എടുക്കണമെന്ന്. ഞാൻ ആകെ എൻ്റെ ചാനൽ തുറന്നിട്ട് 2 വ്ളോഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നും വിചാരിക്കട്ടോ, ഓരോ റീസൺ കൊണ്ട് അതങ്ങോട്ട് പോവുക. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ യൂണിവേഴ്സ്. അപ്പോൾ ഇന്ന് വലിയ വ്ളോഗൊന്നുമല്ല കേട്ടോ, ചെറിയൊരു കൊച്ചു വ്ളോഗാണ്. ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ വ്ളോഗാണ്. അപ്പം ഞാൻ പുറത്ത് പോകാനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ സിസ്റ്ററിനൊക്കെയാണ് പോകുന്നത്. സിസ്റ്റർ കൂടി റെഡി ആയിട്ട് നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ച് പോകാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോകാൻ തീരുമാനിച്ചത് ഇവിടെ അടുത്തൊരു എക്സിബിഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടു സാധനങ്ങളാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടാളും കറങ്ങി ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ചേച്ചി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓരോ സാധനങ്ങളായിട്ട് നോക്കാൻ തുടങ്ങി. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും 160 റുപ്പീസ് എന്നാണ് അവർ പറയുന്നത്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് നേരെ ഈ പാത്രങ്ങളുടെ സെക്ഷനിൽ പോയി. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ കാണണമെങ്കിൽ നോക്കാമല്ലോ, ജസ്റ്റ് നോക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അമ്മനെ കൂട്ടിയിട്ട് വരണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് അത് കഴിഞ്ഞില്ല. നോക്കുക, ചെറിയ ചെറിയ പാനുകൾ കണ്ടോ. ഇതിപ്പോൾ ഞാൻ നോക്കുന്നത് ഇരുമ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇരുമ്പിൻ്റെ പാത്രമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നല്ല അടിപൊളി പാത്രം തന്നെയായിരുന്നു. പക്ഷേ ഇതൊക്കെ വീട്ടിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞങ്ങളതൊന്നും എടുക്കാൻ നിന്നില്ല, വാങ്ങിക്കാൻ നിന്നില്ല. അവിടെ നിന്ന് പിന്നെ നോക്കുമ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര ക്യൂട്ട് സാധനങ്ങൾ. ആക്ച്വലി ഞങ്ങളത് വാങ്ങുന്നതിനപ്പുറം അതിൻ്റെ ഭംഗി കണ്ട് നിന്ന് പോയതാണ് ഓരോ സാധനങ്ങൾക്കും. പക്ഷെ ഇതിനൊക്കെ 160 റുപ്പീസ് എന്ന് പറയുന്ന സമയത്ത് ചിലതൊക്കെ ഭയങ്കര വെർത്തായിട്ട് തോന്നി. എല്ലാതും അങ്ങനെ വെർത്തായി തോന്നില്ല കേട്ടോ. കാരണം ചില പാത്രങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒട്ടും വെയിറ്റ് തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് നോക്കി ഗൈസ്, ഒരു കുഞ്ഞു മൊന്ത. ഞങ്ങളുടെ ഇവിടെ മൊന്ത എന്നാ പറയാ. ഓരോ നാട്ടിൽ ഓരോന്നായിരിക്കില്ലേ ഓരോ പാത്രത്തിന് പറയാം. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ട് ഓരോ സാധനങ്ങൾ നോക്കുകയാണ്. എന്താണ്, രസമുണ്ടോ, എന്താ അവസ്ഥ എന്നൊക്കെ നോക്കുകയാണ്. അമ്മയ്ക്ക് കാണിച്ചു കൊടുത്താൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എടുക്കാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ നോക്കാൻ തന്നെ വന്നത്. ഞങ്ങൾ കൂടുതലൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ തന്നെ ചപ്പലിൻ്റെ സെക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോർമലായിട്ട് ക്യാഷ്വലായിട്ട് ധരിക്കുന്നത്, പുറത്ത് പോകുമ്പോൾ ധരിക്കാനുള്ള ചപ്പൽസൊക്കെ ഉണ്ടായിരുന്നു. നോക്കൂ ഗൈസ്, ഞാൻ ഈ പാത്രം മെയിനായിട്ട് എടുത്ത് നോക്കാൻ കാരണം വെയിറ്റ് ഉണ്ടോ നോക്കിയത് കേട്ടോ. ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല. വെയിറ്റ് ഇല്ലെങ്കിൽ അറിയാമല്ലോ, കിച്ചൺ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, നമുക്ക് അത്ര ക്വാളിറ്റി ഉണ്ടെങ്കിൽ പാത്രം അത്രത്തോളം നിൽക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏത് പാത്രം നോക്കിയാലും അതിൻ്റെ എടുത്ത് നോക്കില്ല കേട്ടോ. വെയിറ്റ് ഉണ്ടോ, ക്വാളിറ്റി ഉണ്ട്, എന്താ അവസ്ഥ. പക്ഷെ എനിക്ക് ഈ കരണ്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കാണുന്ന ഈ ഡവറുകളൊക്കെ കാണുന്ന ഭംഗിയുള്ളൂ കേട്ടോ. അത്ര വെയിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്ര ക്വാളിറ്റി തോന്നിയില്ല. പിന്നെ 160 രൂപയ്ക്ക് അവർ കൊടുക്കുന്ന സ്ഥിതിക്ക് അത്ര ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി മാരേജിന് മുന്നേ ഞാൻ ഈ പാത്രങ്ങളുടെ സെക്ഷനിലേക്ക് പോലില്ല, നോക്കലൊന്നുമില്ല. മാരേജ് കഴിഞ്ഞ ശേഷമാണ് ഈ പാത്രങ്ങളുടെയൊക്കെ വാല്യൂ മനസ്സിലാവുന്നത്. ഓ, നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം, ഓ ഇത് വാങ്ങിച്ച ഉപകാരമായിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് മാരേജ് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. ആക്ച്വലി ഞാൻ മാരേജ് കഴിഞ്ഞ ശേഷമാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഈ കുട്ടികളുടെ കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനിൽ വന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ 160 റുപ്പീസ് പറയുമ്പോൾ കുറച്ച് സങ്കടം ഉണ്ടായി. കാരണം ഇത്രയും ഈ ചെറിയ ചെറിയ സാധനങ്ങൾക്കാണല്ലോ. പിന്നെ ചില കളിപ്പാട്ടങ്ങളൊക്കെ ഭയങ്കര വെർത്തായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ നോക്കുക ഗൈസ്, ഇത് ഒരു പ്ലാസ്റ്റിക് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ആണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തിനാ ഉപയോഗിക്കുക അല്ലേ, സ്നാക്സൊക്കെ ഇട്ട് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഞങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം അങ്ങോട്ട് മനസ്സിലായില്ല. ഇതൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. ചില കാര്യങ്ങളൊക്കെ നല്ല ക്യൂട്ടായിട്ട് തോന്നിയെങ്കിലും വാങ്ങിച്ചിട്ട് പിന്നെ വീട്ടിൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ചേച്ചിക്കൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളിങ്ങനെ ഓരോ നോക്കുമായിരുന്നു. ഇത് പ്ലൈവുഡിൻ്റെ പ്ലേറ്റ്സാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഓരോ പ്ലേറ്റ്സും അത്ര വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ക്യൂട്ട് പ്ലേറ്റ്സ് ആയിരുന്നു. ഡിസൈൻ ആയിക്കോട്ടെ
എല്ലാം നല്ല അടിപൊളിയായിരുന്നു. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ വെറുതെ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തില്ല. പിന്നെ ചേച്ചി അവിടെ ആസ്വദിച്ച് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇതെടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനുണ്ട്. പക്ഷെ വേണ്ട, എന്തിനാ എന്നുള്ളൊരു ഇതുണ്ട്. ഓ കുട്ടി ഗ്ലാസ്. ഇത് നോക്കിയെന്ന് ഈ പാത്രം നോക്കി. വെയിറ്റ് ചെയ്യില്ല കേട്ടോ. പ്ലാസ്റ്റിക് കറ വരുന്നു ഈ പാത്രങ്ങൾ. പ്ലാസ്റ്റിക് അല്ലേ? ഏത് കുപ്പിയാണെന്ന്? ഈ ഒരു സെറ്റിനാണ്, ഈ ഒരു സെറ്റിന്, ആ ഒരു സെറ്റിന് 160 രൂപ. എന്ത് സാധനം? ഓ ഹാഷ് ഒട്ടിക്കുന്നത്. ഇത് നോക്കി നല്ല ഭംഗിയില്ലേ ബ്ലാക്ക്. ചേച്ചി ഗ്ലാസ് നോക്കി. ഇവർക്കൊക്കെ ലാഭമാണ് കേട്ടോ. മറ്റേ കടകൾക്ക് റെസ്റ്റോറൻറ്റുകൾക്കൊക്കെ ഇവർക്കൊക്കെ എടുത്താൽ മതി. കുട്ടികളെ കുളിപ്പിക്കാനുള്ള സാധനങ്ങൾ കാണാമല്ലോ. ഇതാ ബക്കറ്റൊക്കെ. ഈ വട്ടയോ? ഈ വട്ട എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അത് നോക്കി. നമുക്കിതൊക്കെ നോക്കി വെച്ചിട്ട് പോവുക. ആ ഈ സാധനം അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുമല്ലേ? ഈ കുട്ടി സ്റ്റൂള് വേണമെന്ന്. എന്താ സാധനം? വെയിറ്റ് ഉണ്ട്. ആ ചൂടാറ പാത്രം വേണം. ടോർച്ച് ഉണ്ട്. നമുക്ക് എമർജൻസി ലാമ്പ് എമർജൻസി വേണം. ചോദിച്ചാൽ അറിയോ? അത്രന്നെ റേറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? അത് ബൾബാണ് മറ്റേത്. ചേച്ചി ഇത് വർക്കാവണില്ല. ബാറ്ററി ഇട്ടുണ്ടാവില്ല അല്ലേ? ചിക്കൻ കട്ടണ കത്തി വേണം. കില്ല്. ഇത് മിക്സ് ചെയ്യുന്ന സാധനം. എന്താണത്? വാഷിംഗ് മെഷീനിലിടാനുള്ള സാധനം. വൈബ്രേഷൻ പാഡല്ലേ ഇത്? അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ മാർക്കറ്റിലേക്കാണ് കേട്ടോ വന്നത്. അവിടുന്ന് പ്രത്യേകിച്ച് ഞങ്ങളുടെ പർച്ചേസ് ഒന്നും ചെയ്തില്ല. കട്ടിംഗ് ബോർഡ് മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ മാർക്കറ്റിലേക്ക് വന്നു. ഇന്ന് ഇവിടെ വീക്കിൽ 1 ടൈം ആയിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക, ബുധനാഴ്ച. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഏതായാലും വെറുതെ ഇരിക്കുകയല്ലേ, നമുക്കൊന്ന് മാർക്കറ്റിലേക്ക് പോയി ഒന്ന് പുറത്തിറങ്ങിയ പോലെ ആയി എന്ന് കരുതി ഞാനും ചേച്ചിയും കൂടി മാർക്കറ്റിലേക്ക് പോയി. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ചെറിയൊരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബൈ.